വസുധൈവ കുടുംബകമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനവീകരണവും സമൂഹത്തിന് നവീകരണവുമാകണം നമ്മുടെ ലക്ഷ്യം. ഈ ഹൈന്ദവ സംസ്കാരം ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. സത്യവും കരുണയുമാണ് ധർമ്മത്തിന് ആധാരം. നഷ്ടമായ ഈ മാർഗനിർദ്ദേശക തത്വം പുനഃസൃഷ്ടിക്കണം. തപസ്യ കലാസാഹിത്യവേദി സുവർണോത്സവം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചിരികയാണ്. ജിജീഷ്, RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? KP, ഭാരതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ ആ മഹത്തായ മൂല്യങ്ങളെ അത് പാഠമാക്കാൻ ലോകം അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അതിന് ഭാരതം തയ്യാറാകണം. എല്ലാ കാലത്തും അതിന് ഭാരതം തയ്യാറായിട്ടുണ്ട് എന്നതടക്കമുള്ള ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ, മഹത്തായ മൂല്യങ്ങളെ, സാംസ്കാരിക ഉന്നതിയെ എല്ലാം തന്നെ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ഉയർന്ന മൂല്യങ്ങളെ ഒരിക്കൽ കൂടി അനാവരണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് നടത്തിയത്. മാത്രമല്ല, ഈ തപസ്യയുടെ 50 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടുള്ള ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളിലേക്കാണ് തപസ്യ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ തപസ്യയെ പോലുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, സാംസ്കാരിക മേഖലയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒപ്പം തന്നെ അത് നിറവേറ്റേണ്ട ആവശ്യകത എന്നിവയെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഡോക്ടർ മോഹൻജി ഭാഗവത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. കേരളത്തിൽ തപസ്യയാണ് സാംസ്കാരിക രംഗത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി പ്രവർത്തിക്കുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് ദേശീയതയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ദേശീയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് സംസ്കാർ ഭാരതി എന്ന നിലയിൽ രാജ്യത്താകമാനം അത്തരത്തിൽ വിവിധ സംഘടനകളിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത് ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിക്കപ്പുറം സമൂഹത്തിന് നന്മയ്ക്കുതകുന്ന പ്രവർത്തികളാണ് വേണ്ടത് എന്ന കാര്യം തന്നെയാണ് മോഹൻജി ഭാഗവത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ലോകത്തിന് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്തം അത് ഭാരതത്തിനുണ്ട്. പൂർവ്വകാലങ്ങളിൽ അത് ഭാരതം ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്ത് അത്തരം പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അനുസൂതം തുടരുന്നു. അത് ഇനിയും തുടരേണ്ടതാണ് എന്ന് തന്നെയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് ഇവിടെ വ്യക്തമാക്കിയത്. മാത്രമല്ല, തപസ്യ എന്ന സംഘടന അത് ഉയർത്തുന്ന വലിയ ഒരു ആശയം, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, നിരവധി കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖരെ, സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖരെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം ആദരിച്ചു തപസ്യയ്ക്ക് വേണ്ടി. അങ്ങനെ കേരളത്തിൽ എങ്ങനെയാണോ ഒരു ശക്തമായ വ്യത്യസ്ത സ്വരമായി കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് തപസ്യ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒരു സമ്മിശ്രമായി തന്നെയായിരുന്നു ഇവിടെ എത്തിയ സാംസ്കാരിക രംഗങ്ങളിലെ ആളുകൾ. വിവിധ മേഖലകളിൽ നിന്ന് MA സാർ, ബാലഗോകുലത്തിൻ്റെ മാർഗദർശി MA സാർ പങ്കെടുത്തു. MA കൃഷ്ണൻ എന്ന MA സാർ, സദനം കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ പെരുവനം കുട്ടന്മാരാർ, തിരുവന ജയശങ്കർ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, രാമേന്ദ്ര പുലവർ, ഔസേപ്പച്ചൻ, ആഷാമേനോൻ, ബാലകൃഷ്ണൻ, T കലാധരൻ, ശ്രീമൻ നാരായണൻ, രാമൻ നമ്പ്യാർ, ആർട്ടിസ്റ്റ് മദനൻ, ഉദയകൃഷ്ണ, MK ദേവരാജ് എന്നിവരെ എല്ലാം തന്നെ ഈ വേദിയിൽ ആദരിച്ചു. എങ്ങനെയാണ് കലാകാരന്മാർക്ക് ഭാരതം ഒരു മാതൃകയാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ കലാകാരന്മാരെ ഭാരതം പരിഗണിച്ചു വരുന്നിരുന്നത്, ഇപ്പോഴും പരിഗണിക്കുന്നത്, ആ ഒരു പരിഗണന അത് എന്നും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതും, ഒപ്പം തന്നെ തപസ്യ പോലുള്ള സംഘടനകൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു സന്ദേശം പകർന്നുകൊണ്ടുകൂടിയായിരുന്നു ഇത്രയധികം കലാരംഗത്തെ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ഒരേ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങും നടന്നത്. വിവിധ കലാപരിപാടികൾ അടക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് തപസ്യയുടെ ഒരു സുവർണ ആഘോഷങ്ങളിലേക്ക്, സുവർണോത്സവത്തിൻ്റെ വഴികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഒരു വർഷം നീളുന്ന വലിയ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഡോക്ടർ മോഹൻജി ഭാഗവത് തുടക്കം കുറിച്ചതും. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ഐക്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മേന്മകളുടെയും എല്ലാം തന്നെ വലിയൊരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വാക്കുകളിലേക്ക്. We supplement this tradition of Satyam Shivam Sundaram, Atmano Mokshartham Jagadhitaya cha. Our president narrated, Vasudhaiva Kutumbakam, that is our goal. For that, we have to cleanse our life of all impurities. We mentioned that. That is our tradition. Tradition of Sahityakaras and Kalakaras. Up
Tapasya prepares artists for this. In whole of Bharat, this work goes under the auspices of Sanskar Bharat. Here the same work is carried out in the name of Tapasya. These sanskars and these vichars, thoughts and the tendencies, they have to be reinstalled in our social as well as individual life. That is the only way for us to survive, for world to survive. The rest of the world is expecting everything from us.